കുറേ ദിവസം കൊണ്ട് ഈ ക്യാബേജ് എന്നെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ എന്തെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞു. ഞാൻ ഇതിൻ്റെ തോരനൊന്നും കഴിക്കാത്തത് കൊണ്ട് ഇത് അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. എനിക്ക് ഇവിടുന്ന് റേഷൻ കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ അരിഞ്ഞ് പിറക്കി അതൊരു ബജ്ജിയായിട്ട് ഉണ്ടാക്കാമെന്ന്. ഇതെനിക്ക് അപ്പുറത്തെ ലാവണ്യ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എനിക്കറിയത്തില്ല അതിന് ഫ്രൈ ചെയ്യാൻ പറ്റുമെന്നൊന്നും. അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിനകത്ത് കുറച്ച് കടലമാവും അരിപ്പൊടിയും കുറച്ച് മൈദാപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിച്ച് വെള്ളമിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ചൂടെണ്ണയിനകത്ത് ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ ബജ്ജി ഇങ്ങനെ പൊരിക്കുന്നത് പോലെ അങ്ങ് പൊരിച്ചെടുത്താൽ മതി. ഇത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ചായക്കും കൂടെ അങ്ങനെ നമ്മുടെ ബജ്ജിയുടെ ഒരു വശം സെറ്റ് ആയിട്ടാണ് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവരുടെയും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ആരും കഴിക്കാതെ കിടക്കുന്ന ക്യാബേജുകൾ ഇങ്ങനെ ചുമ്മാതെ ഇട്ട് കളയുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ചായയും ബജ്ജിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നെ എൻ്റെ ഫ്രണ്ടിനും കൂടെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ അനുവിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.